ഞങ്ങൾ രാത്രിയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. രാത്രി ഒരു 12 മണിയായി കാണും. മകളെയും എടുത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ട് പിന്നെ പുലർച്ചെയുള്ള ട്രെയിനിന് നേരിട്ട് കയറി ഇങ്ങോട്ട് വന്നതാണ്. നമ്മുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് വിളിച്ചപ്പോൾ അവിടെ ഒരു മലയോര മേഖലയാണ്. അപ്പം ബാക്കിൽ മതിലുകൾ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ്. കല്ല് വെട്ടുകുഴിയാണ് അവിടെ. അപ്പം അവിടെ നിന്ന് ഉമ്മ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, ഇവിടെ വന്നു കഴിഞ്ഞാൽ വല്ലതും പറ്റിക്കഴിഞ്ഞാൽ നമുക്കേ പറ്റൂ, നിങ്ങൾ എവിടേക്കെങ്കിലും രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞു. അപ്പം നാട്ടിലോട്ടും പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഞാൻ വാട്സപ്പ് എടുത്തു. ഞാൻ വിമൺ ഓഫ് വെർത്തിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്, സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിലേട്ട് വല്ല മെസ്സേജും ഇടാമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് ഈ ഷെല്ലിയുടെ പോസ്റ്റ് കണ്ടത്. കയറിപ്പോരും മക്കളെ, നിങ്ങൾ ഇവിടെ മലയങ്കി പഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുകയാണ്, കയറിപ്പോരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. പേടി ഉണ്ടായതെന്ന് വെച്ചാൽ മാനസികമായിട്ടൊരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് മാറി മറ്റൊരു വീട്ടിലെന്നൊക്കെ പറയുമ്പം വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. വന്ന സമയത്ത് ഒരു മാനസികമായൊരു ചടപ്പുണ്ടായിരുന്നു. പക്ഷേ ഒരു 5 മിനിറ്റ് കൊണ്ട് അത് മാറിയിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ. ഇവിടുത്തെ ഫാമിലി എന്ന് പറഞ്ഞാൽ അത്രയും നമ്മുടെ രക്തബന്ധത്തെക്കാൾ ഒരു കുറച്ചും കൂടി അടുപ്പമുള്ള ഒരാൾക്കാരെപ്പോൾ എടുത്തു തോന്നി. എനിക്ക് തോന്നുന്നു സെലീനയുടെ ഫാമിലിയിലുള്ളവരും വയനാട്ടിലെ ദുരന്തത്തിൽ അതെ വയനാട് ദുരിതപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 10-26 പേരോളം പോയിട്ടുണ്ട്. അവർക്ക് വേണ്ടി തെരച്ചിൽ നടക്കുന്നുണ്ട്. പക്ഷേങ്കിൽ എന്തോ അറിയില്ല, കിട്ടിയിട്ടില്ല. ഒരുവിധ ആൾക്കാരും കിട്ടിയതായിട്ട് അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാനും പേടിയാണ്. രണ്ടുപേരും ഇവിടെ ജോലി? ഞങ്ങൾ കലാ അധ്യാപകരാണ്. എൻ്റെ ഹസ്ബൻഡ് മാപ്പിള കലാ അധ്യാപകൻ, ദഹ്മുട്ട് കോൽക്കളി അറബിക് ടീച്ചറും കൂടെയാണ്. അംനാഷറിൻ. ഓൾ 9ാം ക്ലാസ് പഠിക്കുന്നത്. ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ? ആരെങ്കിലും ബന്ധപ്പെടാൻ പറ്റിയിട്ടുണ്ട്? ഇപ്പോൾ അവിടെ ഞങ്ങൾക്ക് 5-6 വഴികളുണ്ട്. 5-6 വഴികളിൽ 5ഉം ബ്ലോക്കായിരുന്നു. ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി മകളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് 2 മണിക്കൂറുകളോളം നമ്മളെ വീട് എവിടെയാണെന്ന് നമുക്ക് പോലും അറിയില്ല. കാരണം അന്വേഷിച്ച് നടപ്പായിരുന്നു, വഴിയില്ല. അങ്ങനെയാണ് നമ്മളൊരു നാളികേരത്തിൻ്റെ ഒരു ഫാക്ടറി ഉണ്ട് അവിടെ. അവർ പറഞ്ഞു അതുവഴി മല കയറിയാൽ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലെത്താം. അങ്ങനെ നടന്ന് മല കയറിയിട്ടാണ് മകളെ അടുത്തെത്തുന്നത്, മകളെ എടുത്തിട്ട് പോരുന്നത്. വീടോളം ഹൈറ്റ് ഉണ്ട് വെള്ളത്തിൽ. കാരണം വെച്ചാൽ അവിടെ ചുറ്റും പുഴ, മണ്ണ് വാരിയിട്ടുള്ള പുഴ പോലെയുള്ളൊരു സ്ഥലവും പിന്നെ 2-3 ഏക്കർ വയലുകളാണ്, ഉപയോഗശൂന്യമായ വയലുകൾ. അതിൽ വെള്ളം നിന്നിട്ട് പിന്നെ അത് കര കവിഞ്ഞൊഴുകുകയാണ് ചെയ്യുന്നത്. അപ്പം പിന്നീട് അയൽവക്കക്കാരെയോ ആരെങ്കിലും ബന്ധപ്പെടാനൊക്കെ സാധിച്ചു? ഞാൻ അവിടോട്ട് വിളിച്ചിട്ടുണ്ട്. എൻ്റെ ഉമ്മ അവിടോട്ട് പോയിട്ടുണ്ട്. അപ്പം വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഭാഗത്ത് മാത്രമേ ഇപ്പോൾ വെള്ളമുള്ളൂ, മറ്റേ ഭാഗത്തൊക്കെ ഏകദേശം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് പേടി എന്താ വെച്ചാൽ ഞങ്ങളെ സൈഡിൽ ആനയാംകുന്ന് പാറയും പൊൻകുന്നം പാറയെന്നുണ്ട്, 2 കുന്നുകളുണ്ട്. പിന്നെ നമ്മുടെ വീട്, നമ്മുടെ ഈ ചെരിഞ്ഞ പ്രതലത്തിൽ ഇങ്ങനെ കുത്തനെയുള്ള റോഡിൽ നിന്ന് വെള്ളമൊക്കെ നമ്മുടെ വീട്ടിലോട്ടാണ് വരിക. നമ്മളെ വീട്ടിലോട്ട് വെള്ളം കയറിയില്ലെങ്കിലും നമുക്ക് വിശ്വസിച്ച് അവിടെ ഉറങ്ങാൻ പറ്റില്ല. കാരണം മുകളിൽ നിന്നുള്ള ആ വെള്ളമൊക്കെ നമ്മുടെ മുറ്റത്ത് വന്ന് ബൈ ചാൻസിൽ ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ നേരെ അകത്തോട്ടാണ് വെള്ളം വരുന്നത്. പിന്നെ ഇങ്ങനെയുള്ള ആ ചെരിഞ്ഞൊരു പ്രതലത്തിൽ ഏറ്റവും മുകളിലൊരു വീട്, രണ്ടാമതൊരു വീട്, ഏറ്റവും താഴെയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് വീടിൻ്റെ ആ 3 സെൻറ്റ് 3.5 സെൻറ്റ് ഭൂമിയിലാണ് അവർ വീട് വെച്ചേക്കുന്നത്. അതിലൊരു ഭാഗത്തുള്ള ആ മതിൽക്കെട്ട് മൊത്തത്തിൽ ആദ്യം ഒരു 2-3 ആഴ്ച മുന്നേ ഒരു വട്ടം ഇടിഞ്ഞു. പഞ്ചായത്തിൽ നിന്ന് വന്ന് നോക്കി, പിന്നെ അവർ നന്നാക്കുക കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഈ ഒരു മഴവെള്ളം കൂടിയ സമയത്ത് 2-3 വട്ടമായിട്ട് ഇടിഞ്ഞ് രണ്ടാമത്തെ വീട്ടിലേക്കാണ് അത് വീണുകൊണ്ടിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും ആ വീട്ടിൽ നിന്ന് ആൾ മാറി താമസിച്ചിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ട് മറ്റേ രണ്ടാമത്തെ വീട്ടിൽ വീണ അവരെ വീട് നമ്മുടെ വീട്ടിലോട്ട്, പിന്നെ നമ്മൾ നേരെ ഈ വെള്ളത്തിലോട്ടാണ് പോകുന്നത്. ആ ഒരു ഭീതി ഇപ്പോഴും ഉണ്ട്.